بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين إنا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي. ഇന്ന് നമ്മൾ ഇനിയുള്ള ബാക്കി വരികളുടെ അർത്ഥമാണ്, വിശദീകരണമാണ് പറയുന്നത്. ഇന്നനാ നെറുജു, തീർച്ചയായും ഞങ്ങൾ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇലാ കഅസി ഹൗലിക ലിൽ അതശ്, ദാഹശമനത്തിന് വേണ്ടി തങ്ങളുടെ ഹൗലിലേക്ക്, അഥവാ ആ ഹൗലില് നക്ഷത്രത്തോളം വരുന്ന കപ്പുകളുണ്ട്, അതിൽ നിന്നൊരു കപ്പ് വെള്ളത്തിലേക്ക് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ വല്ലാതെ ആശിക്കാണ് നബിയെ. യൗമ നശിരി കിതാബി, കിതാബ് വിതരണം ചെയ്യുന്ന, നന്മയും തിന്മയും എഴുതിയ കിതാബുകൾ വിതരണം ചെയ്യുന്ന ആ നാളില്, ഞങ്ങള് ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ആ ഒരു നാളില് അങ്ങയുടെ ഹൗലുൽ കൗസർ ഞങ്ങൾ ആശിക്കുന്നുണ്ട് നബിയെ, ഞങ്ങൾക്കത് നൽകണേ എന്ന് പറയുന്ന വരികളാണത്. യാ സയ്യിദി ഖൈറൻ നബി, അതിന്റെ അർത്ഥം നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതാണ്. അപ്പോ മഹ്ശറാവൻ സഭയില് കോടാനുകോടി ജനങ്ങള് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സന്ദർഭത്തില് സൂര്യൻ തലക്കുമീതെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ ദാഹിച്ച് വലഞ്ഞവരായ സ്ഥിതിയിൽ അങ്ങയുടെ ആ ഹൗലുൽ കൗസറിൽ നിന്ന് ഞങ്ങൾക്കൊരു കുറച്ച് വെള്ളം ഞങ്ങൾക്ക് നൽകണേ നബിയെ എന്നാണ് ആ വരിയിൽ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഞങ്ങൾക്ക് ആശയുണ്ട് നബിയെ, ഞങ്ങളെ കൈയൊഴിയരുത്. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. الشفاعة هب لنا, അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ നബിയെ. ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണം നബിയെ. മുഷ്ഫിഖൻ, ഞങ്ങളോട് വളരെയധികം വാത്സല്യമുള്ളവരായിട്ട് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് അവിടുത്തെ ഷഫാഅത്ത് നൽകണം നബിയെ. വാഹ് ലനാ ഇൻ ളാഅ, അത് ഞങ്ങൾക്ക് നഷ്ടമായാൽ, അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് ഇല്ലാതായാൽ, പാഴായിപ്പോയാൽ ഞങ്ങളുടെ നാശം ഞങ്ങൾക്ക് വല്ലാത്ത നാശമാണ്. അതുകൊണ്ട് അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണം നബിയെ എന്ന് പറയുന്ന വരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നവരാണ് പുത്തൻവാദികൾ. പുത്തൻവാദികൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിയില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ, ജമാഅത്ത് ഇസ്ലാമിക്കാർ, തബ്ലീഗുകാര് കേരളത്തിൽ അവരാണ്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ. ഈ മുസ്ലിമീങ്ങളായ നമ്മളെ, അഥവാ ധാരാളം മങ്കൂസ് മൗലിദ് ഓതുന്നവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനാണ് ഈ കൂട്ടര് ശ്രമിക്കുന്നത്. അള്ളാഹു അവരുടെ ഷെറിനെ തൊട്ട് കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷഫാഅത്ത് ചോദിച്ചാൽ, തേടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ഷഫാഅത്ത് തേടിയാൽ എനിക്ക് ശുപാർശകരാകണേ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞാൽ, ഈ പറഞ്ഞവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണ്
മുഷ്രിക്കാണെന്നാണ് മുജാഹിദ് പറഞ്ഞു നടക്കുന്നത്. വിവരമില്ലായിട്ടാണ്. ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗുകാരനും അങ്ങനെയാണ് പറയുന്നത്. ഈ നബിയെ അങ്ങ് ഞങ്ങൾക്ക് ശുപാർശകരാകണേ എന്ന് പറയുന്നത്, അങ്ങനെ പറഞ്ഞവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അള്ളാഹുരുടെ ഷെറിനെ തൊട്ട് കാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമെന്ന് പുറത്ത് ആരൊക്കെ ആകും? സഹാബത്ത്. ഇവരുടെ ഇസ്ലാം ഏതാണ്? അള്ളാഹു അല. അപ്പൊ ഇവര് മാത്രം സ്വർഗത്ത് കടന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാവരും സ്വർഗത്ത് കടക്കണം. ഒരു കുടുസായ ചിന്ത ഉണ്ടാവാൻ പാടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ലക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 50 ലക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുമ്പോൾ അതിൽ ഏറിപ്പോയാൽ ഒരു 50,000 ഏറിപ്പോയാലാണ് ഞാൻ പറഞ്ഞത്. സങ്കല്പാണ്. മുജാഹിദുകൾ ഉണ്ടാകും, ജമാഅത്തും തബ്ലീഗൊക്കെ പാടെ കൂടി ഉണ്ടാകും. അവര് മാത്രം സ്വർഗത്തും. ബാക്കി 40 എത്ര പറഞ്ഞത്? 45 ലക്ഷം അല്ലേ? അല്ല, 49.5 ലക്ഷം സുന്നികളും ഇസ്ലാമെന്ന് പുറത്തുനിന്ന്. അത് അവരുടെ വാദമാണ്. അത് തെറ്റാണ്. ആ കുടുസായ ചിന്തയിൽ നിന്ന് അവർ മാറണം. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശ തേടുന്നത് അത് തെറ്റാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശകരാകണേ എന്ന് പറയുന്നത്, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നവരാണ് അവർ. അങ്ങനെയാണെങ്കിൽ മഹാനായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. ആ സ്വഹാബി പറയുന്നു, ഫകുല്ലി ഷഫീഅൻ യൗമ ലാദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. നബിയേ, മറ്റാർക്കും ശഫാഅത്ത് ചെയ്യാൻ അവസരമില്ലാത്തിടത്ത് അങ്ങയുടെ ശഫാഅത്ത് എനിക്ക് നൽകണം നബിയെ. അങ്ങ് ഷാഫിയായി, ശുപാർശകരായി എനിക്കുണ്ടാവണം നബിയെ എന്ന് സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അപ്പൊ മുത്തുനബിയോട് തന്നെ പറയാണ്, നിങ്ങൾ എനിക്ക് ശുപാർശകരാകണം. ഇങ്ങനെ പറയുന്നത് തെറ്റാണെന്നാണ് അവരുടെ വാദം. ആരുടെ? മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം. അവർക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അസ്സലാത്തു അലൻ നബി കുല്ലാ വഖ്തിൻ ദായിമാ ലഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി, അള്ളാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ. സലാത്താണത്. കുല്ല വഖ്തിൻ ദായിമ, എല്ലാ ടൈമിലും എല്ലാ സമയത്തും, ദായിമ നിത്യമായിട്ടും മുത്തുനബിക്ക് നീ ഗുണം ചെയ്യണേ, സലാത്ത് വർഷിപ്പിക്കണേ. ലാഹ നജ്മും ഫിസ്സമാ, ആകാശത്ത് നക്ഷത്രം തിളങ്ങി നിൽക്കുന്ന കാലത്തോളം, ആകാശത്ത് നക്ഷത്രങ്ങൾ ലംഘി നിൽക്കുന്ന, വെളിവായി തെളിഞ്ഞു നിൽക്കുന്ന കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ സ്വലാത്ത് വർഷിപ്പിക്കണേ. സയ്യിദി ഖൈറൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ യജമാനനാണ്, നബിമാരിൽ വെച്ച് ഏറ്റവും അത്യുത്തമരാണ്. അതാണ് യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുന്ന വരികൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും പറയാനും കേൾക്കാനും അവിടുത്തെ കുറിച്ച് പാടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.